മലയാളികൾ ഉറങ്ങാത്ത രാപ്പകലാണ് കടന്നുപോകുന്നത്. അംഗൻവാടിയിൽ നിന്ന് അമ്മയോടൊപ്പം ഇറങ്ങിയ കല്യാണി ഇനി തിരിച്ചുവരില്ല. പണിക്കുരുപടിയിൽ നിന്ന് മൂഴിക്കുളം പാലം വരെയുള്ള അവസാന യാത്ര. എന്താണ് ഇന്നലെ സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. അമ്മ മനസ്സിലെ കൊടും ക്രൂരതയെക്കുറിച്ചൊന്നും അറിയാതെ കല്യാണി എന്ന 4 വയസ്സുകാരിയെ സ്വന്തം അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ വാർത്ത നമ്മുടെ എല്ലാം കണ്ണ് നിറച്ചതാണ്. ഒരു കുഞ്ഞിനും ഈ ഒരു ഗതി വരുത്തരുതേ എന്ന് ദൈവത്തോട് നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച നിമിഷം ഓർക്കാൻ തന്നെ വയ്യ. പുതിയ ഉടുപ്പെല്ലാം അണിഞ്ഞ് അംഗൻവാടിയിൽ പോയി തൻ്റെ ടീച്ചറുടെയും ആയയുടെയും കൂട്ടുകാരുടെയും എല്ലാം കൂടെ ഒരു പകൽ ചിരിച്ചു കളിച്ച് പിണങ്ങി നടന്ന് അവസാനം വീട്ടിൽ പോകാൻ സമയമായപ്പോൾ തൻ്റെ അമ്മയുടെ കൈ പിടിച്ച് എല്ലാവർക്കും ബൈ പറഞ്ഞ് ടാറ്റ കൊടുത്തു പോകുമ്പോൾ അവൾ അറിഞ്ഞോ തൻ്റെ അവസാന അംഗൻവാടി യാത്രയാണിത് എന്ന്. വീടിന് ചുറ്റും കുഞ്ഞുങ്ങളാണ്. എല്ലാവരും കല്യാണിയുടെ കൂട്ടുകാർ. തൊട്ടടുത്തുള്ള വീട്ടിൽ ഇരട്ടക്കുഞ്ഞുങ്ങളുണ്ട്. അവരുടെ നേതാവായിരുന്നു കല്യാണി. ഇപ്പോഴും ആളിവിടെയാണ്. ഇപ്പോൾ രാത്രിയാണെങ്കിലും അവരന്വേഷിച്ച് കിടന്നു വന്നാണ് അവളെ വിളിച്ചുകൊണ്ട് പോകണം. ഏറെ ദിവസമായി അങ്കണവാടിയിൽ പോയിരുന്നില്ല കല്യാണി. അച്ഛൻ സുഭാഷ് നിർബന്ധിച്ചാണ് ഇന്നലെ അങ്കണവാടിയിലേക്ക് വിട്ടത്. പുത്തൻ ഉടുപ്പിട്ടൊരുങ്ങിയ കല്യാണിയുടെ ഫോട്ടോയും അച്ഛൻ എടുത്തുവെച്ചു. ഞാനോട് പറഞ്ഞിട്ടാണ് കൊച്ചു റെഡിയായത്. കൊച്ചു ഫോണിലാന്ന് ഇന്നലെ എന്നോട് പറഞ്ഞതാ. അപ്പോൾ എൻ്റെ മുമ്പിൽ ഇരുന്ന് ഇവിടെ ഇരുന്ന് റെഡിയായി ഇവിടെ ഇരുന്ന് റെഡിയാവുന്ന ഫോട്ടോയാണ് കിടക്കുന്നത്. കണ്ട ഫോട്ടോ. അയൽപ്പക്കത്തുള്ള കൂട്ടുകാർക്കൊപ്പമാണ് സാധാരണ അങ്കണവാടിയിലേക്കുള്ള കല്യാണിയുടെ നടപ്പ്. ഇന്നലെ അമ്മ തന്നെ കൊണ്ടുവിട്ടു. തിരുവാണിയൂരിലെ 62-ാം നമ്പർ അങ്കണവാടിയിലെ മിടുക്കുകുട്ടിയാണ് കല്യാണി. സൗമ്യ ടീച്ചറുടെയും സഹായി സിന്ധുവിന്റെയും ഓമന. 3:30 അമ്മ സന്ധ്യ കൂട്ടാനെത്തിയപ്പോൾ ചിരിച്ചും കളിച്ചും ഭക്ഷണം കഴിക്കുകയായിരുന്നു കല്യാണി. അമ്മ ഇവിടെ വന്നിരുന്നു. കൊച്ചു ഫുഡ് കഴിക്കണയിടം വരെയും വെയിറ്റ് ചെയ്ത് കൊച്ചിനെ കഴിച്ച് എന്നുവെച്ചാൽ വൈകുന്നേരം പാല് കുടിച്ചു. അതുപോലെ തന്നെ ഒരു കൊച്ചിൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ലഡു കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ലഡുവും കഴിച്ചു, പാലും കുടിച്ചു. അപ്പം നമുക്ക് ഗോതമ്പ് ഉപ്പാവ് കൊച്ച് കഴിച്ചില്ല. ഇത് രണ്ടും കൂടെ കഴിച്ച് ആണ് അമ്മയും കുഞ്ഞും ഇവിടെ നിന്ന് ഇറങ്ങിയത്. യാത്ര പറയും നേരം ചെറിയ ചാറ്റൽ മഴയുണ്ടായിരുന്നു. മഴ നനഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട് കൂട്ടുകാർക്ക് ടാറ്റ നൽകിയാണ് അമ്മയുടെ ഒക്കത്തിരുന്ന് കല്യാണി അങ്കണവാടി വിട്ടത്. തിരുവാങ്കുളം മറ്റക്കുഴിയിൽ നിന്നും അംഗൻവാടിയിൽ നിന്ന് കല്യാണിയെ കൊണ്ടുവരാൻ അമ്മ സന്ധ്യ ഇറങ്ങുന്നത് 3 മണിക്കാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. 10 മിനിറ്റിനകം സന്ധ്യ അംഗൻവാടിയിൽ എത്തുന്നു. അപ്പോൾ ഭക്ഷണം കഴിച്ചു കൊണ്ടിരുന്ന കല്യാണിയെ അവളുടെ കഴിക്കൽ കഴിയും വരെയും അമ്മ സന്ധ്യ കാത്തിരുന്നു. കഴിച്ചു കഴിഞ്ഞ ശേഷം കല്യാണിയെയും കൂട്ടി സന്ധ്യ തിരുവാങ്കുളത്തേക്ക് പോയി. അവിടെ നിന്ന് മൂഴിക്കുളത്തേക്ക് ബസ് കയറി. രാത്രി 7 മണിക്ക് എത്തിയ ഇവരുടെ CCTV ദൃശ്യം പിന്നീട് പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അവിടെ നിന്നും പാറക്കടവ് പാലത്തേക്ക് പോകുന്നു. അപ്പോഴും കല്യാണിയുടെ മുഖത്ത് സന്തോഷമായിരിക്കും. കാരണം അമ്മയുടെ കൂടെ കുറേ യാത്ര ചെയ്തല്ലോ എന്നോർത്ത്. കുഞ്ഞു മനസ്സിൽ കളങ്കമില്ലാത്ത ചിന്തയായിരിക്കുമ്പോൾ സന്ധ്യയുടെ ചിന്ത വലിയൊരു ദുരന്തത്തിൻ്റെ കണക്കുകൂട്ടലിലായിരുന്നു. ഇവിടെ കയറിയാൽ അച്ഛൻ ഇവിടെ ഇരിപ്പുണ്ട്. അച്ഛനെ ചോദിച്ചുകൊണ്ട് മോളും ഉണ്ട്. ചോദിച്ചിട്ട് പറയണില്ല, ഒരു കൂസലും ഇല്ല. കൊച്ചൻ്റെ അച്ഛൻ ചോദിച്ച് പറയുന്നുണ്ട്, കൊച്ച് വണ്ടിയിൽ വെച്ച് കൊച്ചങ്ങോട്ട് പോയെന്ന് കണ്ടില്ല, അങ്ങനെ പറഞ്ഞവള്. വരും, എന്തെങ്കിലുമൊക്കെ പൈസയൊക്കെ മതി, വേറെ ഒന്നും വേണ്ട. അപ്പം ഞങ്ങൾ എന്തെങ്കിലും പൈസ എന്തെങ്കിലും വേണ്ടി കൊടുക്കും. എപ്പോഴും ഇല്ല, മാസത്തിലൊക്കെ. ഇല്ല, അങ്ങനെ ദേഷ്യം വരും. ദേഷ്യം വന്നാൽ ഭയങ്കര ഇതാണ്, അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ഇല്ല, അത് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അവരിൽ നിന്നുള്ള ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടായുള്ളൂ. ഞങ്ങൾ ഈ ഇതിന് കൊച്ച് ഇനി ഇവിടെ ഇങ്ങോട്ട് വിടന്ത് പിള്ളേരെ ഇവിടെ അടുത്താക്കിക്കൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ പോകാൻ പറ്റൂല. അതുകൊണ്ട് ഇവിടെ ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞു. ദേഷ്യപ്പെടണമായിരുന്നോണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ അവള് ദേഷ്യപ്പെട്ടു. ഭയങ്കര ഇതാണ് അമ്മോടൊക്കെ. പാറക്കടവ് പാലത്തിന്റെ നടുവിലെത്തിയപ്പോൾ സന്ധ്യ കല്യാണിയെ ഒരു മനസ്സാക്ഷിയുമില്ലാതെ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു. പുഴ തൻ്റെ മാറിലേക്കായിരിക്കണം കുഞ്ഞു കല്യാണിയെ സ്വീകരിച്ചിട്ടുണ്ടാവുക. പക്ഷേ വിധി എന്നൊന്ന് അവിടെ നടന്നു. പുഴയുടെ അടിത്തട്ടിലേക്ക് കയ്യും കാലും അടിച്ച് ഒരു ശ്വാസത്തിനായി പരുതുമ്പോഴും ആ കുഞ്ഞു ചുണ്ടുകൾ അമ്മേ എന്ന് തന്നെയാവും ഉച്ചരിച്ചിട്ടുണ്ടാവുക. അമ്മ പലപ്പോഴും ഉപദ്രവിക്കാറുണ്ട് എന്ന് തന്നെയാണ് കല്യാണിയുടെ ജ്യേഷ്ഠൻ പറയുന്നത്.
ഈ മോനുമായിട്ടും ഒക്കെ എങ്ങനെയാണ്? പിള്ളേരായിട്ടൊക്കെ എപ്പോഴും തമ്മിലല്ല, അത് അവനോടൊക്കെ ചോദിച്ചറിയാം. ഞാനിവിടുന്ന് തിരുവനന്തപുരത്ത് പോയി കിടക്കുക, ഞാൻ പറഞ്ഞില്ല 2 ദിവസമായിട്ടും എന്നും എനിക്ക് ഫോൺ വിളിക്കും, ഇവിടെ ഒച്ചപ്പെടുന്നു ആ പിള്ളേരായിട്ട്. പിള്ളേർ വിളിക്കുമോ അച്ഛനെ? ആ, പിള്ളേരും വിളിക്കുക, അവിടെ നിന്നും വിളിക്കുക, എല്ലായിടത്തും വിളിക്കും. അപ്പം ഞാൻ എന്നാ ഇവിടെ നിസ്സാര സംഭവമുള്ളൂ, ഈ റിമോട്ടിനും ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒച്ചപ്പാടും ബഹളമൊക്കെ. അപ്പം നമ്മൾ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തന്നെ അതിനകത്ത് ചെയ്യാൻ പറ്റണേ. അപ്പോൾ നമ്മളങ്ങനെ മൈൻഡ് ചെയ്യില്ല. പക്ഷേ വന്നിട്ട് ഇപ്പം അന്ന് ആ കൊച്ചിനെ തല്ലി അതിന് ശേഷം 1 മാസം അവിടെ നിന്ന് കഴിഞ്ഞിട്ട് വന്നതിന് ശേഷം ഇന്ന് വരെ ഒരു അലമ്പും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പം ഇന്നലത്തെ സംഭവം മാത്രമേ ഉള്ളൂ. മോനറിഞ്ഞോ? അറിഞ്ഞിട്ടില്ല, അവൻ അറിഞ്ഞിട്ടില്ല. 2 പിള്ളേർ ഞാൻ ഇന്ന് വരെ നുള്ളിപ്പിക്കാതെ വളർത്തിയതാ. ഒരു വടിയെടുത്ത് പോലും തല്ലു ഒന്നും ചെയ്യാണ്ട് എൻ്റെ കൂടെ കിടത്തി ഞാൻ വളർത്തിയ പിള്ളേരാ. അപ്പം ഇന്നത്തെ അവസ്ഥ എന്താണ്? ഞാൻ പിന്നെ മാറ്റാനാണ് പറഞ്ഞിരുന്നത്. കാണാനില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അവനോട് പറഞ്ഞു. അവരോട് കണ്ടിപ്പോൾ ഒരു ആരും സമ്മതിക്കില്ല. ഇത് അവനെ ഞങ്ങൾ സഹിക്കും. ഏറെ വൈകാരികമായ ഒരു നിമിഷം തന്നെയാണ്. എന്തായാലും ഒരു ആരോപണം ഈ അച്ഛന് നേരെ നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിച്ച് കാര്യങ്ങൾ അറിയണമെന്ന് കരുതിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതും. എന്തായാലും നിലവിലിപ്പോൾ വീട്ടിൽ ഈ അച്ഛൻ ഉൾപ്പെടെയുള്ള ബന്ധുക്കളും മറ്റുമൊക്കെ ഉണ്ട്. ഇതിനു മുമ്പ് മകളെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന ഞെട്ടിക്കുന്ന വാർത്ത നമ്മൾ കേട്ടു. അങ്ങനെ പ്രത്യേക സ്വഭാവം ഒരാൾ കാണിക്കുന്നുണ്ടെങ്കിൽ അതുണ്ടാവാനുള്ള കാരണം തീർക്കേണ്ടതായിരുന്നു. ഭർത്താവുമായി കശപിശ ഉണ്ടാവാറുണ്ടെന്നും ഭർത്താവ് മദ്യപിക്കുമായിരുന്നുവെന്നും അപ്പോൾ സന്ധ്യയെ ഉപദ്രവിച്ചതായും പറഞ്ഞതായി സന്ധ്യയുടെ അമ്മ ഓർക്കുന്നുണ്ട്. ഒരു പ്രശ്നം അത് ഭംഗിയായി തീർപ്പാക്കുമ്പോഴേ അതിനൊരു സുഖവും സന്തോഷവും തൃപ്തിയും കിട്ടും. ഭർത്താവിൻ്റെ അമ്മയും മകളെ ദ്രോഹിച്ചിരുന്നതായുള്ള മൊഴി അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷിച്ച് കണ്ടെത്തട്ടെ. എല്ലാരും മാറിക്കണോട്ടോ. ആ വിളക്ക് ഫ്രണ്ട് പിടിച്ച് ആ വിളക്ക് ഫ്രണ്ട് പിടിച്ചേട്ടാ പോവാന്നേ കുഴപ്പമില്ല. അവിടെയല്ല തിരിച്ചു കൊടുത്തേ, അവളെ തിരിച്ചാണല്ലോ അവളെ തിരിഞ്ഞ് ആ കണ്ടറോന്ന് പിടിച്ചോട്ടാ. കണ്ടറോ അപ്പുറം ഞങ്ങൾ പിടിച്ചിട്ടാ. വലിയ നോവായി കുഞ്ഞു കല്യാണിയുടെ ചലനമറ്റ മുഖം കണ്ട് അച്ഛനും നാട്ടുകാരും തീരാ സങ്കടത്തിലേക്ക് വീഴുന്ന കാഴ്ച ആരുടെയും ഹൃദയം നോവിക്കും. ചിരിച്ചു കളിച്ചു നടക്കേണ്ട സമയത്ത് തൻ്റെ അമ്മയുടെ കൈകൊണ്ട് തന്നെ അതെല്ലാം മായ്ച്ചു കളയുന്ന വിധി അത് വല്ലാത്തൊരു നേർക്കാഴ്ച തന്നെയാണ്. വീട്ടിൽ വഴക്കും കോപ്പുമായി നടക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വഴക്കടിച്ചോളൂ, തല്ലിക്കോളൂ, പരസ്പരം കൊന്നോളൂ, ഇവിടെ ആർക്കും വിഷമമില്ല. എന്നാൽ ആ ദേഷ്യമെല്ലാം പിഞ്ചു കുഞ്ഞുങ്ങളുടെ മേൽ കാണിച്ച് അവരെ അതിൻ്റെ പേരിൽ ദ്രോഹിക്കുകയോ പീഡിപ്പിക്കുകയോ ഇതുപോലെ ഇല്ലാതാക്കുകയോ ചെയ്യരുത്. നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ വേണ്ടെങ്കിൽ കുട്ടികളില്ലാതെ വിഷമിക്കുന്നവർ നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട്. അവരുടെ കൈകളിൽ അവരെ ഏൽപ്പിക്കുക, സന്തോഷത്തോടെ ജീവിക്കട്ടെ. ഇതുപോലെ കൊല്ലുന്ന വാർത്തകൾ കേൾക്കാൻ മനസ്സ് അനുവദിക്കുന്നില്ല. മനസ്സിൻ്റെ വീങ്ങൽ അത്രക്കുണ്ട്. പ്ലീസ് ഇനിയെങ്കിലും നിർത്തൂ. ജനിച്ചു പോയി എന്ന ഒറ്റ കാരണം കൊണ്ട് ഇവിടെ ജീവിക്കാനുള്ള അവകാശമാണ് അവർക്ക് കിട്ടിയത്.
അതില്ലാതാക്കാൻ നിങ്ങൾക്ക് ഒരവകാശം